നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് സമാധാനവും സമ്പത്തും മികച്ച ആരോഗ്യവും ലക്ഷ്യങ്ങളിലേക്കെത്താനുള്ള അപാരമായ ഏകാഗ്രതയുമാണ്. എന്നാൽ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇതെല്ലാം ഒരുമിച്ച് നേടുക എന്നത് പലർക്കും അസാധ്യമായി തോന്നാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഭാരതീയ താന്ത്രിക ശാസ്ത്രത്തിലെ ഏറ്റവും മഹത്തായ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജത്തെയും തന്നിലേക്ക് ആവാഹിക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. ശ്രീയന്ത്രം അഥവാ ശ്രീചക്രം. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശ്രീയന്ത്രം എന്നത് കേവലം സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ കൃപ ലഭിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ വയ്ക്കുന്ന ഒന്നാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ശ്രീയന്ത്രത്തിൻ്റെ വ്യാപ്തി അതിലും വളരെ വലുതാണ്. ശ്രീയന്ത്രം എന്നത് വെറുമൊരു ചിത്രമല്ല. ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർക്ക് പോലും സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്കുള്ള ശക്തി പകരുന്ന സാക്ഷാൽ ആദിപരാശക്തിയുടെ അഥവാ മഹാത്രിപുരസുന്ദരിയായ ലളിതാംബികയുടെ വാസസ്ഥാനമാണിത്. ഇതിനെ താന്ത്രിക ശാസ്ത്രത്തിൽ ശ്രീവിദ്യ എന്നാണ് വിളിക്കുന്നത്. ഒരു കാലത്ത് ഭണ്ഡാസുരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവന്മാർ യാഗാഗ്നിയിൽ സ്വന്തം ശരീരഭാഗങ്ങൾ ഹോമിച്ചപ്പോൾ ആ ചിദഗ്നികുണ്ഡത്തിൽ നിന്നും അവതരിച്ച ദിവ്യശക്തിയാണ് ശ്രീമാതാവായ ലളിതാംബിക. നിങ്ങൾ ഈ യന്ത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഇതിന് 9 ആവരണങ്ങൾ അഥവാ പാളികളുള്ളതായി കാണാം. ഇതിലെ ഏറ്റവും പുറമേയുള്ള പാളിയെ മോഹനചക്രം എന്നും ഏറ്റവും ഉള്ളിലുള്ള ആ ബിന്ദുവിനെ സർവാനന്ദമയ ചക്രം എന്നുമാണ് വിളിക്കുന്നത്. ഈ ബിന്ദുവിലാണ് സാക്ഷാൽ പരാശക്തി വസിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിയും തുടങ്ങുന്ന ആദിമമായ വിത്താണ് ഈ ബിന്ദു. താന്ത്രിക ഗ്രന്ഥങ്ങൾ ആ മഹാശക്തിയെ വിളിക്കുന്നത് അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്നാണ്. ലക്ഷക്കണക്കിന് പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചവൾ എന്നാണ് അതിനർത്ഥം. ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായ വശം എന്താണെന്ന് നോക്കാം. ഈ യന്ത്രത്തിൻ്റെ മധ്യത്തിലുള്ള സർവാനന്ദമയ ചക്രത്തിൽ, അതായത് ആ ബിന്ദുവിൽ നോക്കി ദിവസവും 5 മിനിറ്റ് ത്രാടകം ചെയ്താൽ നമ്മുടെ തലച്ചോറിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു മാന്ത്രിക രൂപമാണിത്. ഇവിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിരവധി ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാം. താഴേക്ക് ദർശിക്കുന്ന ത്രികോണങ്ങൾ സാക്ഷാൽ ഭഗവതിയായ ശക്തിയെയും, മുകളിലേക്ക് ദർശിക്കുന്ന ത്രികോണങ്ങൾ പരമശിവനെയും പ്രതിനിധീകരിക്കുന്നു. അതായത് ശിവശക്തി സമന്വയത്തിൻ്റെ, പ്രപഞ്ച സൃഷ്ടിയുടെ സാക്ഷാത്കാരമാണ് ശ്രീയന്ത്രം. ശ്രീവിദ്യ ഉപാസനയിൽ സാക്ഷാൽ ലളിതാ ത്രിപുരസുന്ദരിയുടെ വാസസ്ഥാനമായാണ് ശ്രീയന്ത്രത്തെ കണക്കാക്കുന്നത്. ഈ യന്ത്രത്തിൻ്റെ മധ്യത്തിലായി ഒരു കേന്ദ്രബിന്ദുവുണ്ട്, ബിന്ദു. സകല പ്രപഞ്ചവും ജനിക്കുന്നതും ഒടുവിൽ ലയിക്കുന്നതും ഈ ബിന്ദുവിലാണെന്നാണ് താന്ത്രിക സങ്കല്പം. നമ്മുടെ തലച്ചോറിനെ സജീവമാക്കുന്ന ബീറ്റാ തരംഗങ്ങളും ശാന്തമാക്കുന്ന ആൽഫ തരംഗങ്ങളുമുണ്ട്. ശ്രീയന്ത്രത്തിൽ ധ്യാനിക്കുമ്പോൾ ഇവ രണ്ടും ഒരേ സമയം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇതിലൂടെ വല്ലാത്തൊരു ആത്മീയ ശാന്തതയും അതോടൊപ്പം ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും ചെയ്യാനുമുള്ള അതീവ ഏകാഗ്രതയും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ഉത്കണ്ഠകൾ ഇല്ലാതാകുന്നു, മാനസിക സമ്മർദ്ദം കുറയുന്നു. അങ്ങനെ സമ്പത്തും ഐശ്വര്യവും വിജയവും ആഗ്രഹിക്കുന്നൊരു വ്യക്തിക്ക് വേണ്ട മാനസികാവസ്ഥ അവിടെ രൂപപ്പെടുന്നു. ഇത്രയധികം ഊർജം പ്രവഹിക്കുന്ന ശ്രീയന്ത്രം വീട്ടിലോ ജോലിസ്ഥലത്തോ വയ്ക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്പോളങ്ങളിൽ അലങ്കാര വസ്തുക്കളായി കിട്ടുന്ന വെറും അച്ചടിച്ച പേപ്പറുകൾക്കോ കൊത്തുപണികൾക്കോ ഈ പറയുന്ന ഫലം നൽകാൻ സാധിക്കില്ല. താന്ത്രിക വിധിപ്രകാരം കൃത്യമായ ജാമിതീയ അളവുകളിൽ തയ്യാറാക്കി മന്ത്രങ്ങളാൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഊർജ്ജസ്വലമാക്കിയ യന്ത്രങ്ങൾക്ക് മാത്രമേ ഈ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്തരത്തിൽ തികച്ചും ശാസ്ത്രീയവും താന്ത്രികവുമായ വിധിപ്രകാരം പൂജിച്ച യഥാർത്ഥ ശ്രീയന്ത്രങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുക എന്ന്. നിങ്ങൾക്ക് വിശ്വാസത്തോടെ ആശ്രയിക്കാവുന്നൊരിടമാണ് വിഷ്ണുമായപരിഹരം.com എന്ന വെബ്സൈറ്റ്. വളരെ നിഷ്ഠയോടെ
യഥാർത്ഥ താന്ത്രിക വിധികളാൽ ഊർജം നിറച്ച യന്ത്രങ്ങൾ അവർ ലഭ്യമാക്കുന്നുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആധികാരികമായ ഇത്തരമൊരു യന്ത്രം സ്വന്തമാക്കുന്നത് തീർച്ചയായും വലിയൊരു അനുഗ്രഹമായിരിക്കും. ജീവിതമെന്നത് അനന്തമായ സാധ്യതകളുടെ ഒരു കടലാണ്. ശരിയായ ദിശാബോധവും പോസിറ്റീവ് ഊർജവുമുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ നീന്തിക്കടക്കാം. ശ്രീയന്ത്രത്തിലെ ആ ബിന്ദുവിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ അപാരമായ കഴിവുകളെയാണ് നിങ്ങൾ ഉണർത്തുന്നത്. ആ ശിവശക്തി, ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കട്ടെയെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.